മുഖവുരയില്ലാതെ ഉള്ള സമയം ഒരൽപ്പം വിഷയാധിഷ്ഠിതമായി ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കൊക്കെ അറിയുന്നതുപോലെ 1921 ശേഷമാണ് ബിദ്അത്തുകാരുടെ സംഘടിതമായ പ്രവർത്തനങ്ങൾ സമാരംഭം കുറിച്ചത്. അത് വഹാബിസം ആദ്യം കേരളത്തിൽ പ്രചരിച്ചു. പിന്നീട് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പൊതുമുസ്ലിം സമൂഹത്തെയോ ഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ മേഖലകളെയോ കാര്യമായി സ്വാധീനിക്കാനോ തടസ്സം സൃഷ്ടിക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിലും പല ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാൻ അത്തരത്തിലുള്ള കക്ഷികളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നത് അബുൽ ആല മൗദൂദി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അബുൽ ആല മൗദൂദിക്ക് എന്തായിരുന്നു അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിലൂടെയുള്ള ലക്ഷ്യം? നാം എല്ലാവരും മുസ്ലിങ്ങളായി ജീവിക്കണം, പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പരിശുദ്ധമായ ദീൻ കൊണ്ട്, ദീനീ പ്രവർത്തനം കൊണ്ട് നാം എല്ലാവരും ലക്ഷ്യമിടുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ വിശ്വസിച്ചും ജീവിതത്തിൽ പാലിച്ചും നാളെ പരലോകത്ത് വിജയിക്കണം എന്നതാണ് മതപരമായ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ ഇസ്ലാമിക പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? അവിടെയാണ് അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് പാളിച്ച പറ്റിയത്. എന്റെ ശബ്ദം കേൾക്കുന്ന ജമാഅത്തുകാർ വളരെ കാര്യമായി ആലോചിക്കണം. ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നിസ്കരിക്കാത്തവരാണ്, നോമ്പെടുക്കാത്തവരാണ്, ഹജ്ജ് ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. പരിശുദ്ധമായ ദീൻ കൊണ്ട് നിങ്ങളുടെ സംഘടന കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ നേതാവ് ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? സത്യത്തിൽ അബുൽ ആല മൗദൂദി എന്നയാൾ അദ്ദേഹത്തിന്റെ ജീവിതകാലഘട്ടത്തിൽ ലോക ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു പത്രപ്രവർത്തകനുമൊക്കെയായിരുന്നു. ഇരുത്തം വന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നില്ല. പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനം പാരമ്പര്യമായി ആർജിച്ചെടുത്ത മഹാന്മാരായ ഗുരുവര്യന്മാരിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനം നേടിയെടുത്ത ഒരു പണ്ഡിതനായിരുന്നില്ല അദ്ദേഹം. പണ്ഡിതൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇസ്ലാമികമായി എങ്ങനെയാണോ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കേണ്ടത് ആ വഴിക്ക് കരസ്ഥമാക്കിയ ഒരാളായിരുന്നില്ല. അറിവില്ലാത്തയാളാണ് എന്നും ആക്ഷേപിക്കുന്നില്ല. അദ്ദേഹത്തിന് കുറെ അറിവുണ്ടായിരുന്നു. ആ അറിവ് വായിച്ചു പഠിച്ചതും പൊതുവായി ആ കാലഘട്ടത്തിൽ നിരീക്ഷിച്ചതുമൊക്കെയായിട്ടുള്ള ചില അറിവുകൾ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ലോകവ്യാപകമായി കമ്മ്യൂണിസവും അതിനോട് അനുബന്ധമായ ചില ഇസങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുതലാളിത്ത വ്യവസ്ഥിതിയും അതിന് പകരം നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയും ലോകത്തെ നിയന്ത്രിക്കാൻ ലോകരാജ്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ചില പുതിയ പരീക്ഷണങ്ങളും പുതിയ വ്യവസ്ഥിതികളും ലോകത്ത് പല ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബുൽ ആല മൗദൂദി ആ വ്യവസ്ഥിതികൾക്കെതിരെ പരിശുദ്ധമായ ഇസ്ലാമിനെ സമർപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അതൊരു സത്യമാണ്. പക്ഷേ ആ പരിശ്രമത്തിന്റെ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ നിയ്യത്തും എങ്ങനെയായിരുന്നു എന്നതല്ല വിഷയം. മറിച്ച് അദ്ദേഹം ആ ചെയ്തതിൽ അയാൾക്ക് ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചു. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിനെ അവതരിപ്പിച്ചത് ഒരു തുണ്ട് ഭൂമി കിട്ടിയാൽ അവിടെ ഭരണം നടത്താനുള്ള
ഒരു ഭരണവ്യവസ്ഥിതി ഈ ലോകത്ത് മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഭരണപരമായ ചില കാര്യങ്ങൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുക. അത് മാത്രമാണ് അബുൽ ആല മൗദൂദി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും അദ്ദേഹത്തിന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നത്, ഉദാഹരണം 5 നേരത്തെ നിസ്കാരം. 5 വഖത്ത് നിസ്കാരത്തെ മൗദൂദി വ്യാഖ്യാനിച്ചത് അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും ഇന്നും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആസ്ഥാന പുസ്തക പ്രസിദ്ധീകരണ വിഭാഗമായ IPH ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിക്കുന്ന മൗദൂദി സാഹിബിന്റെ പല പുസ്തകങ്ങളിലും അയാൾ കുറിച്ചു വച്ചിരിക്കുന്നത് 5 നേരത്തെ നിസ്കാരം കൊണ്ട് ലക്ഷ്യമുള്ളത് അത് പട്ടാളക്കാരുടെ സൈനികരുടെ കൃത്യമായ ഒരു പരേഡ് പോലെ, ഒരു പട്ടാള ചിട്ട പോലെയുള്ള ഒരു പരേഡ് മാത്രമായിട്ടാണ് പരിശുദ്ധമായ നിസ്കാരത്തെ അയാൾ വ്യാഖ്യാനിച്ചത്. ഒരു രാജ്യത്തെ കൈകാര്യം ചെയ്യാനും ഭരണം നടത്താനും ആ ഭരണത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക്, സൈന്യത്തിനും പട്ടാളത്തിനും നിയമപാലകർക്കും ഓരോ ദിവസവും കൃത്യമായി നടത്തേണ്ട ഒരു പട്ടാള ചിട്ട, ഒരു കവാത്ത്, ഒരു പരേഡ്, ഇത് മാത്രമായിട്ടാണ് നിസ്കാരത്തെ അയാൾ വ്യാഖ്യാനിച്ചത്. നോമ്പ് എന്നത് ഒരു പ്രതിരോധ സംവിധാനമായി അയാൾ വ്യാഖ്യാനിച്ചു. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ ഒരാക്രമണത്തിന്റെ രീതിയായി, ശത്രുവിനെ ആക്രമിക്കാനുള്ള ഒരു രീതിയായിട്ടാണ് ഹജ്ജിന്റെ കല്ലേറിനെയൊക്കെ അയാൾ വ്യാഖ്യാനിച്ചത്. ഇസ്ലാമിക കർമ്മങ്ങളെ, അപ്രകാരം തന്നെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന് അനുയോജ്യമായി ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്നതുപോലെ അയാളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇസ്ലാമിനെ മുറിച്ചു, ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഇത് വിശ്വാസകാര്യത്തിലും സംഭവിച്ചു. ഇബാദത്ത് എന്നതിന് ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ വ്യാഖ്യാനം. ഇബാദത്തിന് പൂർവസൂരികളായ മഹാന്മാരായ പണ്ഡിതന്മാരും അയിമ്മത്തുമൊക്കെ എന്തൊക്കെ വ്യാഖ്യാനമാണോ പറഞ്ഞത്, അതിന് കടകവിരുദ്ധമായി ലോകത്ത് മുൻകാലഘട്ടത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യാഖ്യാനം ഇബാദത്തിന് അനുസരണ, അടിമവേല എന്നൊക്കെ വ്യാഖ്യാനം പറഞ്ഞു അബുൽ ആല മൗദൂദി. എന്തിനാ ഇബാദത്തിന് അനുസരണ, അടിമവേല എന്ന് വ്യാഖ്യാനം പറയേണ്ടി വന്നത്? താഗൂത്ത് ഗവൺമെന്റിന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ മൗദൂദി സാഹിബ് താഗൂത്ത് എന്ന് വിശേഷിപ്പിച്ച ഭരണവ്യവസ്ഥിതികൾക്ക് കീഴൊതുങ്ങുന്നത്, അനുസരിക്കുന്നത്, അംഗീകരിക്കുന്നത് അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഇബാദത്തിന് അനുസരണ, അടിമവേല എന്നൊക്കെ പറയാൻ ശ്രമിച്ചത്. ജനാധിപത്യത്തിലോ മതേതരത്വത്തിലോ അധിഷ്ഠിതമായ ഒരു സർക്കാരിന്, ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റ് പറഞ്ഞാൽ അനുസരിക്കുന്നത്, ആ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നത്, ആ ഗവൺമെന്റിന് ഇബാദത്ത് ചെയ്യലാണ്. അതിലൂടെ ശിർക്ക് ചെയ്യുന്നവരാണ്, രാജാതിരാജനായ റബ്ബിനെതിരെ ശിർക്ക് ചെയ്യുന്നവരാണ്. രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥിതി അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഇബാദത്തിനെ അയാൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത്. ഇത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഇസ്ലാമികമായ വിശ്വാസകാര്യങ്ങൾക്കും കർമ്മകാര്യങ്ങൾക്കും മഹാന്മാരായ പൂർവസൂരികൾ എന്തൊരു ലക്ഷ്യമാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? നിസ്കരിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ലില്ലാഹി തആല, രാജാതിരാജനായ റബ്ബിനു വേണ്ടി. ആ നിസ്കാരം കൊണ്ട് ആത്മീയമായും പരലോകത്തും നമുക്ക് കിട്ടേണ്ട ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾക്കപ്പുറം തികച്ചും ഭൗതികമായ ഒരു താല്പര്യം. ഇവിടെ ഭരണം കിട്ടണം, ആ ഭരണം കൈകാര്യം ചെയ്യേണ്ടവർക്ക് ആവശ്യമായ യോഗ്യതകൾ, ഇത് മാത്രം വ്യാഖ്യാനിച്ച് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ കടപുഴക്കി എന്ന ഏറ്റവും വലിയ പാതകമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുൽ ആല ആദ്യമായി ചെയ്തത്. ആ പാളിച്ചയിൽ നിന്ന് തുടങ്ങി ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ അപകടം. അത് ചെറിയ കാര്യമല്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്ന പേരിൽ പല മണ്ഡലങ്ങളിലും നേർക്കുനേരെ മത്സരിച്ചു. ജമാഅത്തെ ഇസ്ലാമി പച്ചയായി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നു. അതിനിടക്കുണ്ടായ പരിണാമങ്ങൾ, ആ പരിണാമങ്ങളെക്കുറിച്ച്
ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് മറുപടിയാ പറയാനായി കഴിയുക? ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് കേരളത്തിൽ മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ടു. സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യുന്നത് ഹറാമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞിരുന്നില്ലേ? ഈ രാജ്യത്തെ വോട്ട് ചെയ്യുന്നത് അത് ശിർക്കാണ്, താഗൂത്തിനെ അംഗീകരിക്കുന്നതാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞിരുന്നില്ലേ? ഇന്ത്യ രാജ്യം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ രാജ്യത്തെ അംഗീകരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയാകുന്നതും ഭരണം കൈയാളുന്നതും കോടതിയെ സമീപിക്കുന്നതും ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്നതും എല്ലാം ഇസ്ലാമിന് വിരുദ്ധമായിരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് പ്രചരിപ്പിച്ചിട്ടില്ലേ, എഴുതിയിട്ടില്ലേ? കൃത്യമായ ധാരാളം രേഖകൾ ഇപ്പോഴുമില്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങൾ ആ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ തുടങ്ങിയത്? ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം. ആ നയനിലപാട് നിങ്ങൾ മാറ്റിയപ്പോൾ അത് ഏത് ഇസ്ലാമിന്റെ തെളിവ് കൊണ്ടാ നിങ്ങൾക്കതിന് വ്യാഖ്യാനിക്കാൻ കഴിയുക? പുതിയ വഹി ഇറങ്ങിയോ? നിങ്ങൾ പറഞ്ഞത് ശിർക്കും തൗഹീദും ഇബാദത്തും അതേപോലെ ഇസ്ലാമിക അടിസ്ഥാനപരമായ കാര്യങ്ങളെ കൊണ്ടുള്ള അതിന്റെ വിധികളാ നിങ്ങൾ പറഞ്ഞത്. ഒരു കാര്യം ഹറാമും ഹലാലുമാകണമെങ്കിൽ, ഒരു കാര്യം ഹറാമും ഹലാലും അത് ഒരു സംഘടന അവരുടെ ഷൂറ കൂടി തീരുമാനിച്ചാൽ തീരുമാനമാകുന്നതാണോ? ഒരു കാലഘട്ടത്തിൽ ഹറാമായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഹലാലായത് അവരുടെ ഷൂറ കൂടി തീരുമാനിച്ചാൽ ഹലാല് ഹറാമാകുമോ? ഒരു ഹലാല് ഹറാമാകാൻ അതിന് പുതിയ വഹി ഇറങ്ങിയോ? എന്ത് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കാനോ അല്ല, മറിച്ച് മാന്യമായി നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിക്കണം. ഒരു കാലഘട്ടത്തിൽ ഹറാമും ശിർക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥിതി, അത് വോട്ട് ചെയ്യാം സ്ഥാനാർത്ഥിയുടെ മൂല്യം നോക്കിയിട്ട് എന്ന് നിങ്ങൾക്ക് ആ നിയമം മാറ്റുമ്പോൾ എന്ത് അടിത്തറ, എന്ത് തെളിവ്? അത് പരിശുദ്ധമായ ഖുർആനോ ഹദീസോ ഫിഖ്ഹോ അഖീദയോ ഏത് മാനദണ്ഡത്തിലാ നിങ്ങൾ ഹലാലിനെ ഹറാമാക്കിയത്, ശിർക്കിനെ നിങ്ങൾ തൗഹീദാക്കിയത്? മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതിനുശേഷം പിന്നീട് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളുടെ മൂല്യം എന്നതിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ചില മുന്നണികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഒന്നിച്ച് മറിച്ചു വിറ്റു. ഇടതുപക്ഷത്തിനാണ് മിക്കവാറും. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോകസഭാ തെരഞ്ഞെടുപ്പിലും ചില മുന്നണികൾക്ക് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് കൃത്യമായി വോട്ട് ചെയ്തു. അവർ പിന്തുണ പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി പ്രചാരണ പരിപാടികൾ നടത്തി. ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയല്ല. ഇടതുപക്ഷത്തിന്റെ വിശ്വാസത്തെ അവര് മതത്തിനെതിരാണോ, മതം നിഷേധിക്കുന്നവരാണോ, മതനിഷേധികളാണോ, മതനിരാസമുള്ളവരാണോ, ആ കാര്യത്തിലേക്ക് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെ പേര് പറഞ്ഞാലും, അത് സാമ്രാജ്യത്വത്തിന്റെ പേര് പറഞ്ഞാലും, ആഗോളതലത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞാലും, കേരളത്തില് ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഇടതുപക്ഷത്തിന് ഒന്നിച്ച് വോട്ട് പതിച്ചു നൽകി. പിന്നീട് അവിടെ നിന്നും അവരുടെ രാഷ്ട്രീയപരമായ നിലപാട് പച്ചയായ രാഷ്ട്രീയത്തിലേക്ക് കൃത്യമായി അവരെത്തിപ്പെട്ടു. വെൽഫെയർ പാർട്ടി രൂപീകരിച്ചു. ഞാൻ അതിന്റെ സാമുദായികമായ വിഷയങ്ങളോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചോ ചോദ്യം ചെയ്യുകയല്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്, ഇനി ബാക്കിയെല്ലാം മാറ്റിവെച്ചാലും അവരുടെ തൗഹീദും ശിർക്കും അവർ കൈകാര്യം ചെയ്യട്ടെ, അവരുടെ ഹലാലും ഹറാമും അവർ തീരുമാനിച്ചു കൊള്ളട്ടെ എന്നൊക്കെ ആ വഴി മാറ്റി നിർത്തിയാലും സാമുദായികമായി അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഇവിടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് ബുദ്ധിപരമാണോ അതോ ഏറ്റവും വലിയ അബദ്ധമാണോ എന്ന് അത് സ്വാഭാവികമായി എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുന്നതാണ്. നരേന്ദ്രമോദി വരണോ, ഇവിടെ സംഘപരിവാർ അധികാരം നടത്തണോ,
ജനാധിപത്യത്തെ തന്നെ തകർക്കുന്ന, മതേതരത്വത്തെ തകർക്കുന്ന, സമുദായത്തെ തകർക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു നിലനിൽപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചെറിയ മണ്ഡലങ്ങളിലാണെങ്കിൽ പോലും ആ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരുപാട് വോട്ട് പിടിച്ച് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാര് പാസായി രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് എത്തുമെന്ന് ജമാഅത്തുകാർ പോലും വിശ്വസിക്കുന്നില്ല. അത് LDFന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. അവരെല്ലാ മണ്ഡലത്തിലും മത്സരിച്ചു. അവര് കുറച്ചൊക്കെ ചില്ലറ വോട്ട് പിടിച്ചാൽ ആ വോട്ട് പിടിച്ചതുകൊണ്ട് വിജയിച്ച് മെമ്പറാവാൻ പാർലമെന്റിലേക്ക് എത്താൻ കഴിയുമെന്ന് അവർ പോലും വിശ്വസിക്കുന്നില്ല. എത്ര ലക്ഷങ്ങളും കോടികളും അവർ ചെലവഴിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കാരും LDFകാരും ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പണം ചെലവഴിച്ചു. എവിടെന്നാ പണമുണ്ടാക്കിയത്? ഈ സമുദായത്തിന്റെ പണം പിരിച്ച്, നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും പണം പിരിച്ച് ആ പണം ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നിങ്ങൾ എത്ര കോടികൾ ചെലവഴിച്ചു? രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? സമുദായത്തിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് അപ്പോൾ മുസ്ലിം ലീഗ് മറുപടി പറയണ്ടേ? കോൺഗ്രസ് മറുപടി പറയണ്ടേ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ജമാഅത്തെ ഇസ്ലാമി ഫണ്ടുണ്ടാക്കുന്നത്, LDFകാര് ഫണ്ടുണ്ടാക്കുന്നത് നാട്ടിലാണെങ്കിലും വിദേശങ്ങളിലാണെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സക്കാത്തിന്റെ ഫണ്ട് വാങ്ങിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും LDFും ഒക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. മുസ്ലിം ലീഗ് സക്കാത്തിന്റെ ഫണ്ട് വാങ്ങാറില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാര് സക്കാത്തിന്റെ ഫണ്ട് വാങ്ങാറില്ല. ഇസ്ലാം സക്കാത്ത് ഏത് വഴിക്കാ പിരിച്ചെടുക്കേണ്ടത്, ഏത് വഴിക്കാ ചെലവഴിക്കേണ്ടത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്ലാമിന് വിരുദ്ധമായി, ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി സക്കാത്തിന്റെ ഫണ്ടാണ് സംഘടനാ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും പിരിച്ചെടുക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്നത്. അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരില്ലേ? ഏതെങ്കിലും ഓരോ മണ്ഡലത്തിൽ കേരളത്തിൽ ഇനി BJP അക്കൗണ്ട് തുറന്നാൽ അത് ഈ തെരഞ്ഞെടുപ്പാവട്ടെ, അല്ലെങ്കിൽ നിയമസഭയാവട്ടെ, ഏത് തെരഞ്ഞെടുപ്പാവട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവട്ടെ, ഇസ്ലാമിന് വിരുദ്ധമായി, മുസ്ലിം സമുദായത്തിന് വിരുദ്ധമായി സംഘപരിവാറിന്റെ ശക്തികൾ എവിടെയെങ്കിലും വിജയിച്ചു പോയാൽ ഇവരുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചതിന്റെ പേരിൽ ഇവർക്കതിൽ പങ്കുണ്ടാവുകയില്ലേ? സമുദായത്തെ രക്ഷപ്പെടുത്താൻ വരുന്നു എന്ന് പറഞ്ഞവർ LDFകാര് സമുദായത്തിന്റെ രക്ഷകരാണ്. സംഘപരിവാറിനെതിരെ ഫാഷിസം എന്ന് പറയുന്ന ദുർഭൂതത്തിൽ നിന്ന് രാജ്യത്തെയും സമുദായത്തെയും രക്ഷപ്പെടുത്താനുള്ള കാവലാളുകളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, രാജ്യത്തിന്റെ ശത്രുക്കൾക്ക്, സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്നവും വളവും നൽകി അവർക്ക് ഊർജം പകർന്ന് അവർക്ക് എളുപ്പത്തില് അധികാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള കോണിപ്പടികൾ വെച്ചുകൊടുക്കലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതറിയാത്തവരാരാ? അത് ഏത് കുഞ്ഞു കുട്ടികൾക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാ LDFന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ നേതാവ്, അഖിലേന്ത്യാ നേതാവ് കേരളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ കേരളക്കരയിൽ പരിചയപ്പെടുത്താനാണ് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. ആ ഏറ്റവും വലിയ വങ്കത്തം പറഞ്ഞപ്പോ കേരളത്തിലെ LDFകാർ അതിനെ എതിർത്തു. അവർ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമായി. കാരണം അവർ തന്നെ തുറന്നു പറഞ്ഞു, ഒരു മേഖലയിലും, ഒരു വാർഡിലും, അല്ലെങ്കിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിട്ടല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടിയെ, ഞങ്ങളുടെ പാർട്ടിയെ പരിചയപ്പെടുത്താനാണ്. അത് തന്നെയാ ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ പരിചയപ്പെടുത്താൻ എന്ന പേരിൽ ഈ സമുദായത്തെയും ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെയും അപകടപ്പെടുത്തുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് നിങ്ങൾ ചെയ്തത്. അത് ഈ സമുദായം തിരിച്ചറിഞ്ഞതാണ്. അത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾ ഈ ചെയ്തത് അബദ്ധമാണ് എന്ന്. അത് നിങ്ങളും വിലയിരുത്തുന്നതാണ്. പക്ഷേ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം പാർട്ടിയെ വളർത്താനും സ്വന്തം സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സമുദായത്തെ കുരുതിക്കു കൊടുക്കുന്ന ഈ വലിയ അപകടം നിങ്ങൾ ചെയ്തത് അത് ഏറ്റവും വലിയ ആപത്താ. അത് സമുദായം തിരിച്ചറിയുന്നുണ്ട്. അത് മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഓരോ മണ്ഡലത്തിലും എത്ര വോട്ടുകളാ കിട്ടാൻ പോകുന്നത് അത് കാത്തിരുന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ കാത്തിരുന്ന് കാണാവുന്നതാണ്. സമുദായം നിങ്ങളെ ഏറ്റെടുത്തിട്ടില്ല, സമുദായം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏതായാലും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ചുരുങ്ങിയ കാലങ്ങളെ കൊണ്ട് ഹറാമും ശിർക്കുമായിരുന്ന രാഷ്ട്രീയം അവർക്ക് ഹലാലും വാജിബുമായി അവർക്ക് നിർബന്ധമായി തീർന്നു. അതിന്റെ ഇസ്ലാമികമായ വശമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒരു ഇസ്ലാമിക സംഘടന എന്നുള്ള നിലയിൽ സമുദായത്തിന്റെയും ഖുർആനിന്റെയും ഹദീസിന്റെയും പേര് പറഞ്ഞ് കടന്നു വന്നവർ എന്നുള്ള നിലയിൽ ഇസ്ലാമികമായി അതിന്റെ മാനദണ്ഡം പറയാൻ നിങ്ങൾക്ക് കൃത്യമായ ബാധ്യതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അസിസ്റ്റന്റ് അമീറാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പച്ചയായി എഴുതിയതെന്താ? അദ്ദേഹത്തിന്റെ പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയും വിമർശകരും എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്പോഴും IPH പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ കൃത്യമായി പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ രണ്ടാലൊരു കാര്യമുണ്ടാവണം. ഒന്നുകിൽ രാജ്യം ഇസ്ലാമിക ഗവൺമെന്റ് ആവണം, ഇന്ത്യ രാജ്യം ഇസ്ലാമിക ഗവൺമെന്റ് ആവണം, ഭാരതം ഇസ്ലാമിക ഗവൺമെന്റ് ആവണം. എന്നാൽ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, രണ്ടാമത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇസ്ലാമികമാവാനുള്ള ഒരു വഴി ഈ തെരഞ്ഞെടുപ്പിലൂടെ തുറക്കപ്പെടണം. രാജ്യം ഇസ്ലാമിക ഗവൺമെന്റായി മാറും. ഒരു തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ, പങ്കെടുത്താൽ ഈ രാജ്യം ഇസ്ലാമിക ഗവൺമെന്റായി മാറും എന്ന പരിപൂർണമായ 100% ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന്. അത് അബുൽ ആല എഴുതിയതല്ല. അബുൽ ആലയുടെ അഭിപ്രായത്തെ കൃത്യമായി പിന്തുണച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പച്ചയായി എഴുതി വെച്ചതാ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോട്, ആരിഫ് അലിയോട്, അവരെ അംഗീകരിക്കുന്ന ഈ കൊടിഞ്ഞിയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഞങ്ങൾ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, നിങ്ങൾ വോട്ട് ചോദിച്ച് വീടുകൾ കയറിയിറങ്ങി, അതിന്റെ പോസ്റ്റർ ഒട്ടിച്ചു, ഈ ലോക്സഭാ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിച്ചു, നിങ്ങൾക്ക് ഈ രണ്ടാൽ ഒരു ഉറപ്പ് എവിടെന്നാ കിട്ടിയത്? രാജ്യം ഇസ്ലാമിക ഗവൺമെന്റ് ആയിട്ടില്ല, അതാകാൻ പോകുന്നില്ല. അത് വിശ്വസിക്കുന്ന മോഡന്മാരും മണ്ടന്മാരും ഞങ്ങളല്ല, നിങ്ങളുമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ രാജ്യം ഇസ്ലാമിക ഗവൺമെന്റായി തീരുമെന്ന് ഒരു സാധ്യതയല്ല. നല്ല ഉറപ്പ് ലഭിച്ചാലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൂ എന്ന് നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ നിയമം അത് കാറ്റിൽ പറത്തിയിട്ട ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ പലയിടത്തും ഓടിയെത്തിയത്. ഇവിടെ ഈ രണ്ടാലൊരു ഉറപ്പുണ്ടായോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഞാൻ പറയുന്നത്, ആദർശത്തിലോ കർമ്മകാര്യങ്ങളിലോ വിശ്വാസകാര്യങ്ങളിലോ കഴിഞ്ഞുപോയ കാര്യങ്ങളിലോ ഒന്നും കൃത്യമായി ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സംഘടന, പിന്നെ ഒരു സംഘടനയായി അതിന് കുറെ നേതാക്കളായി, കുറെ അനുയായികളായി, വാർത്താ മാധ്യമങ്ങളായി, അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ചില പടാപ്പാട് എന്നത് മാത്രം അത്രയേ ഉള്ളൂ. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ വിഷയത്തിന് മാത്രമല്ല, ഏതേത് കാര്യത്തിലാ പഴയ നിലപാടിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിലനിൽക്കാൻ സാധിച്ചത്? സ്ത്രീകളുടെ പൊതുരംഗപ്രവേശ വിഷയത്തിൽ അബുൽ ആലയുടെ മൗദൂദിയുടെ നിലപാടെന്തായിരുന്നു? സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സംഘടന ഉണ്ടാക്കാൻ പാടില്ല. സ്ത്രീകൾ, യുവതികളായ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി പോലും പുറത്തിറങ്ങാൻ പാടില്ല. സ്ത്രീകൾ, യുവതികളായ സ്ത്രീകൾ, അവര് മറ്റു സ്ത്രീകൾക്കിടയിൽ പോലും ഇസ്ലാമിക ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഇതായിരുന്നില്ലേ അബുൽ ആല മൗദൂദിയുടെ നിയമം? അബുൽ ആലയുടെ പർദ എന്ന പേരുള്ള ഒരു പുസ്തകമുണ്ട്. ഉറുദുവിൽ പ്രസിദ്ധീകരിച്ച പർദ എന്നുള്ള പുസ്തകം ഇന്നേ വരെ IPH മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പല വേദികളിലും ചോദിച്ചിട്ടുണ്ട്, എന്തേ അബുൽ ആല മൗദൂദിയുടെ എല്ലാ പുസ്തകങ്ങളും, ഉറുദുവിലുള്ള സകല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കേരളത്തിലെ IPH വിറ്റഴിച്ചുകൊണ്ടിരിക്കുമ്പോ അബുൽ ആലയുടെ വളരെ ചർച്ചയായ പർദ എന്ന് പറയുന്ന പുസ്തകം എന്തേ നിങ്ങൾ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കാതിരുന്നത്? എന്തേ അത് മൊഴിമാറ്റം ചെയ്യാതിരുന്നത്? നിങ്ങൾ മനഃപൂർവ്വം അതിനെ മറച്ചുവെച്ചു.
ആ പർദ എന്ന പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആപ്പീസ് പൂട്ടേണ്ടി വരുമെന്ന് അവർക്കറിയാം. കാരണം ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംഘടനയുണ്ടാക്കി. ഏറ്റവും വലിയ അത്ഭുതം, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന് പുറത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ പലയിടത്തുമുള്ള ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, പല ജമാഅത്തുകാരും ചെയ്യാൻ മടിച്ച ഒരു കാര്യം, കേന്ദ്ര ശൂറയിലേക്ക്, അവരുടെ കേന്ദ്ര മുശാവറയിലേക്ക് ഒരു സ്ത്രീയെ അവരെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അതൊക്കെ ജമാഅത്തെ ഇസ്ലാമി വലിയ വിപ്ലവമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നേതാവിന്റെ നിയമം എവിടെ? നിങ്ങളുടെ പുതിയ ചെയ്തി എവിടെ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകന്റെ അതികർശനമായ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിയിട്ടല്ലേ സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശവുമായി നിങ്ങൾ നിലപാടെടുത്തത്? മാത്രമല്ല, അബുൽ അലാ മൗദൂദി പർദ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങണമെങ്കിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരായ സ്ത്രീകളോട്, ജമാഅത്തുകാരുടെ കുടുംബാംഗങ്ങളോട് അബുൽ ആലയുടെ കണിശമായ കൽപ്പന, സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോ മുഖം മൂടി പുറത്തിറങ്ങണം എന്നതാണ്. മുഖം മൂടണം, മുഖം മൂടിയിട്ടേ പുറത്തിറങ്ങാവൂ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര ശൂറയിലെ സെക്രട്ടറിയായ സുഹറ എന്ന് പറയുന്ന, അവരെ ഏറ്റവും ബഹുമാനിച്ച് സ്റ്റേജുകളിൽ കൊണ്ടു നടക്കുന്ന അവരുടെ വനിതാ നേതാവ് ഉൾപ്പെടെ അവരുടെ വനിതാ വിഭാഗത്തിന്റെ ഏതെങ്കിലും സ്ത്രീകൾ, ഏതെങ്കിലും നേതാക്കൾ മുഖം മറക്കാറുണ്ടോ? മുഖം മറച്ച് പുറത്തിറങ്ങാറുണ്ടോ? ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാര്, ജമാഅത്തുകാരാ, നിങ്ങളുടെ നേതാവിന്റെ നിയമം അബുൽ അലാ മൗദൂദി മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവല്ലേ അബുൽ അലാ മൗദൂദി? ആ അബുൽ അലാ മൗദൂദിയുടെ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് സ്ത്രീകളുടെ പൊതുപ്രവർത്തനവുമായി, അവരുടെ വേഷവിധാനവുമായി, അവരുടെ മറ്റുള്ള നടപടിക്രമങ്ങളുമായി നിങ്ങൾ എടുത്തിട്ടുള്ള പുതിയ നിയമ നിലപാടുകൾ. ഇനി അതിന് ഇസ്ലാമിന്റെ വല്ല തെളിവ് പറയാൻ കഴിയോ? സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനും സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനും സ്ത്രീകൾക്ക് പ്രവർത്തനങ്ങൾ നടത്താനും അത് പരിശുദ്ധമായ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇസ്ലാമിക ചരിത്രത്തിന്റെയോ എന്തെങ്കിലും അടിത്തറ നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങളുടെ നേതാവിന്റെ പിന്തുണയില്ല, ഇസ്ലാമിന്റെ പിന്തുണയില്ല, ഇസ്ലാമിക ചരിത്രത്തിന്റെ പിന്തുണയില്ല. അപ്പോൾ 100% സംഘടനക്കും ഇസ്ലാമിനും വിരുദ്ധമായി ഇത്തരത്തിൽ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കിയത് നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, അത് ഞങ്ങൾക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി സജീവമായി സ്ത്രീകൾക്ക് സംഘടനയുണ്ടാക്കാനും സ്ത്രീകളെ രംഗത്തേക്ക് കൊണ്ടുവരാനും തീരുമാനിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 33% സ്ത്രീകൾക്ക് സംവരണം ചെയ്യണമെന്ന നിയമം വന്നപ്പോ അത് മുതലെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത ആസൂത്രിതമായ തന്ത്രമാണത്. സ്ത്രീകളെ പൊതുരംഗത്തേക്ക് പുറത്തിറക്കണം, അവർക്ക് വേണ്ടി സംഘടനയുണ്ടാക്കണം, അവരെ പ്രസംഗിപ്പിക്കണം, അവരെ ഏറ്റവും ചുരുങ്ങിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ മത്സരിപ്പിക്കാമല്ലോ, ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാമല്ലോ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാമല്ലോ. കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ആ ഒരു രംഗം ചൂഷണം ചെയ്യാമെന്ന വളരെ കൃത്യമായ നിക്ഷിപ്ത താൽപര്യത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിനെതിരായാലും വേണ്ടില്ല, ഖുർആനെതിരായാലും വേണ്ടില്ല, ഹദീസിനെതിരായാലും വേണ്ടില്ല, സ്വന്തം നേതാവിനെതിരായാലും വേണ്ടില്ല, സ്ത്രീകളെ പൊതുരംഗത്തേക്ക് പുറത്തിറക്കുന്ന വിഷയത്തിൽ അവര് പുതിയ നിലപാടെടുക്കാനുണ്ടായ സാഹചര്യം അതാ. അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാൾ രാഷ്ട്രീയർക്ക് മുതൽ നടത്താൻ വേണ്ടി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും വളരെ പച്ചയായി വലിച്ചെറിഞ്ഞതിന് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ധാർമ്മികമായ അധികാരമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ കടമയാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. അതിന് മറുപടി പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ബാധ്യതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പച്ചയായി ഈ കാലഘട്ടത്തിലെ വഹാബികൾ പോലും ചെയ്തതിനേക്കാൾ വലിയ അപകടകരമായ അവസ്ഥയിൽ ഈ അടുത്ത കാലഘട്ടത്തിലാ കുറച്ചതിന് അയവ് വന്നത്. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് ചെയ്തിരുന്ന വൃത്തികേടെന്തായിരുന്നു? അവരും ഒരു മർമ്മത്തിലാണ് പിടികൂടിയത്. ഇവിടെ പഴയ കാലഘട്ടത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി
പ്രചരിക്കാൻ തുടങ്ങിയ നാട് എന്ന നിലയിൽ ഈ കൊടിഞ്ഞിയിലും പരിസര പ്രദേശങ്ങളിലും ഇവിടുത്തെ പഴയ ആളുകൾക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ, പഴയ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമികളുടെ വേദികൾ എങ്ങനെയായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ യോഗങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ പ്രസംഗങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ പരിപാടികൾ എങ്ങനെയായിരുന്നു. വഹാബികളെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ശക്തമായി മൗലിദിനെതിരെ പ്രസംഗിച്ച്, നബിദിനത്തിനെതിരെ പ്രസംഗിച്ച്, അതേപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കെതിരെ, അതേപോലെ പ്രവർത്തനങ്ങൾക്കെതിരെ അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വഹാബികളെക്കാൾ വളരെ വൃത്തികെട്ട രൂപത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലഘട്ടത്തിലായി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കാര്യമായി ഇടപെടാറില്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ആദർശപരമായ സംവാദങ്ങൾ നടത്താനോ, വെല്ലുവിളി നടത്താനോ, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്താനോ, മറുപടിക്ക് മറുപടി വെക്കാനോ അതിന് കാര്യമായി അവർ സമയം ചെലവഴിക്കാറില്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാര് എല്ലാവരുടെയും ഒരാളായി നല്ല കുപ്പായം അണിഞ്ഞുകൊണ്ട് ആരെയും കുറ്റം പറയാതെ, ആരെയും നോവിക്കാതെ ഒരു ഞങ്ങൾക്ക് ചില ലക്ഷ്യമുണ്ട് എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാ ഞാൻ പറയുന്നത്? അതിൽ ഞങ്ങൾക്ക് അസൂയ ഉണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളിവിടെ വളരെ വ്യാപകമായി വളരുന്നു എന്ന ഒരു പേടിയോ ബേജാറോ ഉണ്ടായതുകൊണ്ടുമല്ല. നിങ്ങളുടെ വളർച്ച എന്താണ് എന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തില് 6 പതിറ്റാണ്ടിലധികമായി കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് 200-ൽ ചില്ലറ മദ്രസ പോലും ഞങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതാക്കൾ അവരുടെ പ്രബോധനം ഉൾപ്പെടെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. 200-ലധികം മദ്രസകൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ശരി, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മദ്രസകളിൽ ആകെ എത്ര കുട്ടികളാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കണക്ക് പറയാൻ ജമാഅത്തുകാർക്കും വലിയ നാണമാണ്. കാരണം ഈ ചില്ലറ മദ്രസകളിൽ 10 കുട്ടികൾ, 5 കുട്ടികൾ, 8 കുട്ടികൾ, 12 കുട്ടികൾ, ഇങ്ങനെ 2 കൈയിലെ വിരലുകൾ കൊണ്ട് എണ്ണിത്തീർക്കാൻ കഴിയുന്ന കുട്ടികളാ പല മദ്രസകളിലും ജമാഅത്തുകാരുടെ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെയുള്ള മദ്രസകളിൽ ആകെയുള്ള കുട്ടികളുടെ എണ്ണം പോലും പറയാൻ അവർക്ക് നാണമാണ്. എന്തേ കാരണം? ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി അതിൽ വിലയിരുത്തുന്നത്, അവർ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലേക്ക് ഒരു മതസംഘടന എന്ന നിലയിൽ മതം പഠിപ്പിക്കാൻ ഒരിക്കലും കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അവരെ അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാര് പോലും അവരുടെ മക്കളെ പലപ്പോഴും അവരുടെ മദ്രസകൾ പഠിപ്പിക്കാറില്ല. എന്റെ നാട്ടിൽ എനിക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ ഒരു ചെറിയ മദ്രസയുണ്ട്. വല്ലപ്പുഴയിലെ എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ മക്കളെ അവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിൽ ഒരുപാട് ജമാഅത്തെ ഇസ്ലാമിക്കാര് സമസ്തയുടെ മദ്രസയിൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം അവർക്കറിയാം, നന്നായി ഫാത്തിഹ ഓതാനും ഖുർആൻ ഓതാനും ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ മദ്രസയിൽ ചേർത്താൽ അത് സാധ്യമല്ല എന്ന കൃത്യമായ തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഇപ്പോഴും അവരുടെ മക്കളെ പോലും സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹല്ല് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എത്ര മഹല്ലുണ്ട്? എത്ര മഹല്ല് ജമാഅത്ത് കേരളത്തിലുണ്ട്? ജമാഅത്തുകാരെ അതിന്റെ കണക്ക് പറയുമോ? മഹല്ല് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടൗണില് അറബികളുടെ പണം കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കി അവിടെ ഒരു ജുമുഅ തുടങ്ങിയാൽ അതിനെ മഹല്ല് എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കൂല. അത് മഹല്ലാകുമോ? ഒരു മഹല്ലാകണമെങ്കിൽ ആ മഹല്ലിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അതിന് ഇസ്ലാമികമായ നിയമങ്ങളില്ലേ? ആ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ച് ഒരു നാട്ടുകാര്, ആ നാട്ടിൽ താമസിക്കുന്നവര് അവിടെ ഒരു ജുമുഅത്ത് പള്ളി അംഗീകരിച്ച് അവിടെ ഖബർസ്ഥാനും അതേപോലെ ജുമുഅത്ത് പള്ളിയും മറ്റുള്ള ഒരു മുസ്ലിം ഉമ്മത്തിന്റെ മഹല്ലടിസ്ഥാനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നിക്കാഹും മരണവുമായി ബന്ധപ്പെട്ട പൊതു മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മഹല്ല് നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അടിസ്ഥാനപരമായ ഒരു മഹല്ല് എന്ന് പറയാൻ പറ്റുന്ന എത്ര മഹല്ലാ ഉള്ളത്? ജുമുഅത്ത് പള്ളികൾ ഉണ്ടാകാം. അതിന് പാവപ്പെട്ട അറബികൾ, ആ അറബികൾ ആര് പറഞ്ഞാലും വിശ്വസിക്കും, അവർ സദഖ ചെയ്യും.
അവര് പള്ളികളുണ്ടാക്കും. ഏതെങ്കിലും ടൗണിൽ സ്ഥലം വാങ്ങിയിട്ട് അവര് പള്ളി ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ജുമുഅ തുടങ്ങും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ വീടുകളും അതേപോലെ മഹല്ല് എന്ന് പറയാൻ പറ്റുന്ന ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എത്ര എണ്ണമുണ്ട് കേരളത്തിലെ 10,000-കണക്കിന് മഹല്ല് ജമാഅത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ സ്വന്തമായി ജുമുഅയും ജമാഅത്തും ഖബർസ്ഥാനും ധാരാളം മുസ്ലിം വീടുകളും ഒക്കെയുള്ള അടിത്തറയുള്ള മഹല്ല് എന്ന് പറയാൻ പറ്റുന്ന എത്ര മഹല്ലുകളുണ്ട്? അത് അവർക്കും അറിയാം, വളരെ വിരലുണ്ടാവുന്ന മഹല്ലുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ആങ്ങിയോങ്ങി പ്രവർത്തിച്ചിട്ട് മഹല്ലടിസ്ഥാനത്തിലോ മദ്രസ അടിസ്ഥാനത്തിലോ മുസ്ലിം ഉമ്മത്ത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി, അവരുടെ നേതാക്കൾക്കുണ്ടായി. ആ തിരിച്ചറിവുണ്ടായപ്പോഴാണ് പ്രവർത്തന മേഖല മറ്റു ചില വഴികളിലേക്ക് തിരിച്ചുവിടാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അവര് മാധ്യമം പത്രം തുടങ്ങിയത്, സോളിഡാരിറ്റി എന്ന സംഘടന ഉണ്ടാക്കിയത്, ഇപ്പൊ മീഡിയ വൺ എന്ന ചാനൽ തുടങ്ങിയത്, വെൽഫെയർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. കാരണം അതൊന്നും മതപരമായ കാര്യങ്ങൾ ഇടപെടുന്നതല്ല. അവര് തന്നെ പറഞ്ഞു സോളിഡാരിറ്റി അവരുടെ യുവജന വിഭാഗമാണ്. ഒരു യൂത്ത് മൂവ്മെന്റ്, ഒരു യുവജന സംഘടന ഉണ്ടാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അത് ലോകത്തെ അത്ഭുതങ്ങളിലൊന്നാണ്. കാരണം നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന വിഭാഗമാണ് SYS. സമസ്തയുടെ വിശ്വാസമാണ്, സമസ്തയുടെ ആദർശമാണ്, സമസ്തയുടെ പ്രവർത്തന മണ്ഡലമാണ്. SYSന്റെ വിശ്വാസവും പ്രവർത്തനവുമില്ല. അത് ഏതേത് മതസംഘടനകളും അങ്ങനെയാകും. അത് രാഷ്ട്രീയത്തിന് വന്നാൽ അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ അതേ വിശ്വാസവും ആശയവും പ്രവർത്തനവും ആദർശവും ഒക്കെ തന്നെയാണ് യൂത്ത് ലീഗിനുള്ളത്. അത് CPMന്റെ വിശ്വാസവും കർമ്മമണ്ഡലവും തന്നെയാണ് DYFIക്കുള്ളത്. അത് ഏതേത് രാഷ്ട്രീയത്തിലും മതത്തിലും ഒരു മാതൃസംഘടന, ആ മാതൃസംഘടനയുടെ കീഴിലുള്ള യുവജന വിഭാഗം, അതിന് കൃത്യമായി മാതൃസംഘടനയുടെ വിശ്വാസവും കർമ്മവും പ്രവർത്തനവും അതാ ഉണ്ടാവുക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് അതിൽ ലോകത്ത് നമ്മുടെ അറിവിൽ മാറി നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന, ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം അവര് പറയാറുള്ളത് ഖുർആനാണ്, സുന്നത്താണ്, ദീനാണ്, മതമാണ്, 100% ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്നാണ്. എന്നാൽ സോളിഡാരിറ്റിയോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക യുവജന വിഭാഗമാണ്, യൂത്ത് മൂവ്മെന്റ്. മറ്റൊരു യുവജന വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ആ യൂത്ത് മൂവ്മെന്റിന്റെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അവരുടെ ഭരണഘടന ഖുർആനല്ല, സുന്നത്തല്ല, അതൊരു മതസംഘടനയല്ല എന്ന് പ്രബോധനത്തില് അവർ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞിട്ടുണ്ട്, സോളിഡാരിറ്റിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, സോളിഡാരിറ്റി ഒരു മതസംഘടനയല്ല, സോളിഡാരിറ്റി ഒരു ഇസ്ലാമിക സംഘടനയല്ല. പിന്നെ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു പൊതുവായ ഒരു സംഘടനയാണ്. സോളിഡാരിറ്റിയുടെ കീഴിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കും. അതേപോലെ ഓണത്തിന് അത്തപ്പൂ മത്സരം സംഘടിപ്പിക്കും, ഓണക്കളി ഉണ്ടാകും, ക്രിസ്മസിനുള്ള പരിപാടികൾ ഉണ്ടാകും. സോളിഡാരിറ്റിയുടെ കീഴിൽ അങ്ങനെയുള്ള പല പല പരിപാടികൾ അവർ സംഘടിപ്പിക്കാറുണ്ട്. ഇത് പറയുമ്പോ എന്നോട് വെറുക്കണ്ട, കൃത്യമായി നിങ്ങൾ ചെയ്ത പണികളാ. മലപ്പുറം ജില്ലയിൽ സോളിഡാരിറ്റിയുടെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ മത്സരത്തിൽ സ്വാഭാവികമായി ഔറത്ത് മറക്കാതെയാണ് ഏത് ഫുട്ബോൾ മത്സരവും നടക്കാറുള്ളത്. ഇസ്ലാമികമായ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കളിന്റെ ഇടയിൽ സമ്പൂർണമായി മറച്ചിരിക്കണം, എന്നാലേ ഔറത്താകൂ. കാലിന്റെ തൊടഭാഗം ഒരല്പം പോലും വെളിവാകാൻ പാടില്ല. അത് നിസ്കാരത്തിലുള്ള ഔറത്ത് മാത്രമല്ല, എപ്പോഴും ഔറത്ത് അങ്ങനെ തന്നെയാ. അത് കളിയാണെങ്കിലും ശരി, യാത്രയാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഒരു മുസ്ലിം മുട്ടുപൊക്കളിന്റെ ഇടയിൽ പുരുഷന്മാര് ആൺകുട്ടികൾ നിർബന്ധമായി മറച്ചിരിക്കണം. അത് നിയമമാണ്, അത് വെളിവാക്കാൻ പാടില്ലാത്തതാണ്. അപ്പോ മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിന്റെ പത്രസമ്മേളനം നടത്തിയപ്പോ മുസ്ലിങ്ങളായ ചില പത്രപ്രവർത്തകർ ചോദിച്ചു, അല്ല, നിങ്ങൾ ഒരു ഇസ്ലാമിക സംഘടനയാണല്ലോ, ഇസ്ലാമിക സംഘടനയുടെ കീഴിൽ ഫുട്ബോൾ മത്സരം നടത്തുമ്പോ നിങ്ങൾ ഔറത്ത് മറക്കുമോ? അല്ല, ഔറത്ത് വെളിവാക്കിയിട്ട് ട്രൗസറിന്റെ ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ മത്സരത്തിൽ ഇറങ്ങിയാൽ
അത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ, അത് ഹറാമല്ലേ, ഒരു ഇസ്ലാമിക സംഘടന എന്ന നിലക്ക് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ സോളിഡാരിറ്റിയുടെ സംസ്ഥാന നേതാവ് അന്ന് കൃത്യമായി മറുപടി പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഇസ്ലാമിനെ പാലിക്കാൻ കഴിയില്ല എന്നതാണ്. സുബ്ഹാനല്ലാഹ്, പച്ചയായി ഇസ്ലാമിനെ വലിച്ചെറിയുന്നവർ, മതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഫുട്ബോൾ മത്സരം നടത്താം, ഓണത്തിന് മത്സര പരിപാടികൾ, ഓണാഘോഷ പരിപാടികൾ നടത്താം, ഇസ്ലാമിക വിരുദ്ധമായ പരിപാടികൾ സംഘടിപ്പിക്കാം, സംഘടിപ്പിച്ചുകൊണ്ട് ഹാസ്യ ഒപ്പനയും അതേപോലെ നാടകങ്ങളും മറ്റുള്ള പല പല പരിപാടികൾ, പേക്കൂത്തുകൾ. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്നത്തെ യുവതലമുറയെ ആകർഷിക്കണം, ചെറുപ്പക്കാരെ, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മത്സര പരിപാടികളും കലാപരിപാടികളും അത് ഇസ്ലാമിനെതിരായാലും വേണ്ടില്ല, അതെല്ലാം സംഘടിപ്പിക്കാനും പരിപാടികൾ ഉണ്ടാക്കാനുമാണ്. പേരിൽ ഇസ്ലാമില്ലാത്ത, പ്രവർത്തനത്തിൽ ഇസ്ലാമില്ലാത്ത ഒരു സംഘടന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത്. കാരണം ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി മനസ്സിലാക്കിയതാ. ഒരുപക്ഷെ കൊടിഞ്ഞിയിലെ പാവപ്പെട്ട ജമാഅത്തുകാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ സംസ്ഥാന നായകന്മാർ ആലോചിച്ചും വിലയിരുത്തിയും കൃത്യമായി അവർ മനസ്സിലാക്കി. വെറും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമികമായി പ്രവർത്തിച്ചാൽ നമുക്ക് ആളെ കിട്ടൂല. എത്ര പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നു, ആളെ കിട്ടിയോ? മഹല്ല് ജമാഅത്തുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞോ? മദ്രസകൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞോ? ഇസ്ലാമികമായി നമ്മെ ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു മുസ്ലിമിന്, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഒരു ഫത്വയുടെ വിഷയം വന്നാൽ, ഒരു മസ്അലാപരമായ ഒരു വിഷയം വന്നാൽ, ഇസ്ലാമിക കാര്യങ്ങളിൽ, കർമ്മശാസ്ത്രത്തിലോ വിശ്വാസകാര്യത്തിലോ ഒരു സംശയം വന്നാൽ നമ്മോട് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി മാത്രം ഒതുങ്ങി നിന്നാൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ പൊതുവിഷയങ്ങളിലേക്ക് അത് ഇസ്ലാമിക വിരുദ്ധമായാലും വേണ്ടില്ല എന്ന വളരെ കൃത്യമായ നിലപാടോടുകൂടി ജമാഅത്തെ ഇസ്ലാമിക്കാർ കടന്നു വന്നത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അവര് പറയുന്നത് എന്താ? അവര് പറയുന്നത് ഞങ്ങൾ 4 കൊല്ലം കൂടുമ്പോൾ ഞങ്ങളുടെ ശൂറ കൂടിയിട്ട് നയനിലപാടുകൾ മാറ്റും. അവര് പറയുന്നതാ. അത് അവരുടെ പാവപ്പെട്ട അനുയായികൾ അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങൾ വളരെ കാര്യമായി പഠിക്കണം, ആലോചിക്കണം. സമുദായത്തിന്റെ സമ്പത്തും ഊർജവും ചെലവഴിച്ച് നിങ്ങളെ കൊണ്ട് എന്ത് നേട്ടമായി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്? എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? സമുദായത്തെ ഛിന്ന ഭിന്നമാക്കാനും കീറിമുറിക്കാനും, അത് സാമുദായിക വിഷയത്തിലും മതപരമായ വിഷയത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലും സമുദായത്തെ തുണ്ടമാക്കി മുറിച്ച വിവിധ ചേരികളുണ്ടാക്കി ഈ സമുദായത്തെ അപകടപ്പെടുത്താൻ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നല്ലാതെ, നിങ്ങളുടെ ഒരു നാണയത്തിന്റെ മറുനാണയമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനമുണ്ടല്ലോ, NDF, പോപ്പുലർ ഫ്രണ്ടായി, അവർ രാഷ്ട്രീയ പാർട്ടിയായി, SDP ആയി ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘടന ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലേ? ജമാഅത്തുകാരാണ് ഇവിടെ NDF ഉണ്ടാക്കിയത്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയത്. അത് SDP പിന്നീട് കേരളത്തിലെ NDF ആയി രൂപാന്തരപ്പെട്ടത്. സിമിയുടെ നേതാക്കളാണ് NDF ഉണ്ടാക്കിയത്. അത് കൃത്യമായ രേഖകളല്ലേ, കൃത്യമായ തെളിവുകളല്ലേ? അത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അറിയാം. അത് അബ്ദുറഹ്മാനായാലും EM അബൂബക്കറായാലും പ്രൊഫസർ കോയയായാലും നാസറുദ്ദീൻ എളമരമായാലും ഇവരാണ് NDF ഉണ്ടാക്കിയത്. NDFന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇവരാണ്. പ്രധാനമായി ഈ 4 ആളുകൾ, ആ 4 ആളുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നില്ലേ? അവര് സിമിക്കാരായിരുന്നില്ലേ? ആ സിമി നിരോധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇനി തീവ്രവാദപരമായി പ്രവർത്തിക്കാൻ എന്താണൊരു വഴി എന്നാലോചിച്ച് അവർ NDF ഉണ്ടാക്കിയത്. ആ NDF പോപ്പുലർ ഫ്രണ്ടായത് അവര് തന്നെയായി SDP ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് കൈ കഴുകാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി NDFും SDP-യും പോപ്പുലർ ഫ്രണ്ടും അവരുടെ ശത്രുക്കളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. ശരിയായിരിക്കാം, ഇപ്പോൾ നിങ്ങൾ ശത്രുക്കളായിരിക്കാം, പക്ഷേ അവരെ ഉണ്ടാക്കിയത് നിങ്ങളാ. ശത്രുക്കളായിരിക്കാം,
അത് ഏതേത് സംഘടനകൾക്കും ഉണ്ടായി ഒരിക്കലത്. പക്ഷേ കേരളത്തിലെ തീവ്രവാദം ഇതിലും അപകടപ്പെടുത്തിയതിലും ജമാഅത്തെ ഇസ്ലാമി വഹിച്ച പങ്ക്, താത്വികമായും പ്രവർത്തനപരമായും വഹിച്ച പങ്ക് അത് വളരെ വലുതാണ്, വളരെ അപകടകരമാണ്. പൊതുവായി സാഹചര്യങ്ങൾ പഠിച്ചാൽ, വിലയിരുത്തിയാൽ, ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, വളരെ കൃത്യമായി ഈ സമുദായത്തെ ഛിന്നഭിന്നമാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വിജയിച്ചു. ഈ സമുദായത്തെ കീറിമുറിക്കുന്നതിൽ, ഈ സമുദായത്തെ അപകടപ്പെടുത്തുന്നതിൽ കേരളീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി വഞ്ചിച്ചു. ശൈത്വാനീയത്തിന്റെ, പൈശാചികതയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട വഴിയാണത്. സമുദായത്തെ പരസ്പരം തമ്മിലടിപ്പിക്കുക, സമുദായത്തെ ഛിന്നഭിന്നമാക്കുക. അതിൽ വിജയിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ തീവ്രവാദം, സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വിജയിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഇവിടെ രാഷ്ട്രീയ രംഗത്ത് പല വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വിജയിച്ചിട്ടുണ്ട്. ഇവിടെ മതപരമായോ സമുദായപരമായോ ഗുണകരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഗുണകരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ പൊതുവെ ചില ആളുകൾ മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് ജമാഅത്തുകാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പ്രസിദ്ധീകരണ രംഗത്ത് ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ മലയാളത്തിന് പരിചയപ്പെടുത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്, IPH ആണ്. വിദേശങ്ങളിൽ മാത്രമുണ്ടായിരുന്ന അറബി പുസ്തകങ്ങൾ നമ്മുടെ പ്രവർത്തകര് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റുമായി നമ്മെ സമീപിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ബക്കറ്റ് പിരിവും ജമിയത്തുൽ ഉലമ അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു രീതിയല്ല. അപ്രകാരം തന്നെ സംഘടനാ പ്രവർത്തനത്തിന് ഫണ്ടുണ്ടാക്കാൻ മറ്റുള്ള പല വഴികളും നമുക്കില്ല. നമ്മൾ സക്കാത്തിന്റെ ഫണ്ട് സംഘടനയ്ക്ക് വേണ്ടി പിരിച്ചെടുക്കുന്നവരല്ല. പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദ് സലീം ഇർഫാനി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു വഴിയും സംഘടനാ പ്രവർത്തനത്തിന് നമുക്കില്ല. ഇങ്ങനെയുള്ള ബക്കറ്റ് പിരിവും സംഭാവന സ്വീകരിക്കലും അതൊക്കെ തന്നെയാണ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ മഹാന്മാരായ ഉസ്താദുമാരുടെ കീഴിൽ നമ്മുടെ ഈമാനും നമ്മുടെ പരലോകവും നമ്മുടെ ആഖിബത്തും ഒക്കെ രക്ഷപ്പെടുത്താൻ, നന്നാക്കിയെടുക്കാൻ, പരലോകത്ത് വിജയിക്കാൻ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസ കർമ്മ വഴികൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മൾ. നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് അത് രാഷ്ട്രീയ കാര്യത്തിലും മതകാര്യത്തിലും നമുക്ക് വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ നമ്മൾ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല. ഇവിടെ നമുക്കുള്ള ലക്ഷ്യം കൃത്യമാണ്. നമ്മുടെ വിശ്വാസ കർമ്മ വഴികൾ കൃത്യമായി നിലനിൽക്കണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹായിക്കണം, സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാ. ഞാൻ സൂചിപ്പിച്ചു വന്നത് അത് അറിഞ്ഞോ അറിയാതെയോ പലരും അങ്ങനെ പറയാറുണ്ട്. ആ തെറ്റിദ്ധാരണ നീക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ വായിക്കാനും ഇസ്ലാമിനെ പഠിക്കാനും അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ മറ്റുള്ള സംഘടനകളോ അവര് പുറത്തിറക്കിയതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ മലയാളത്തിൽ പുറത്തിറക്കിയത് ജമാഅത്തുകാരാണ്. ഇസ്ലാമിക സാഹിത്യങ്ങൾക്ക് നിലവാരം വരുത്തിയത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന് അവര് സ്വയം പരിചയപ്പെടുത്തുകയും ഒരുപക്ഷെ പൊതുവായി ചില ആളുകൾ അത് ശരിയാണല്ലോ എന്ന് IPHന്റെ പുസ്തകശാല അവിടെ പോയി സന്ദർശിച്ച ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്.
പക്ഷേ ആ പുസ്തക പ്രസിദ്ധീകരണങ്ങളിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനോടും ഇസ്ലാമിക വിശ്വാസത്തോടും ചെയ്ത അനീതിയും ക്രൂരതയും എത്രയാണ് എന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ കൃത്യമായി പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സയ്യിദ് കുത്തുബിന്റെ പുസ്തകങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഉദാഹരണം, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന് പരിചയപ്പെടുത്തുന്ന സയ്യിദ് കുത്തുബിന്റെ ഒരു പുസ്തകമുണ്ട് IPH പ്രസിദ്ധീകരിക്കുന്നത്. അവര് പറയും, ഞങ്ങളല്ലേ ലോക നിലവാരത്തിൽ അറിയപ്പെട്ട പല പുസ്തകങ്ങളും മലയാളത്തിന് പരിചയപ്പെടുത്തിയത്. പക്ഷേ അതിലൂടെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അപകടം എത്ര വലുതാണെന്നറിയോ? സയ്യിദ് കുത്തുബിന്റെ ജമാഅത്തെ ഇസ്ലാമി IPH പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക സാമൂഹ്യ നീതി എന്ന പുസ്തകത്തിൽ മഹാനായ ഇസ്ലാമിന്റെ 3ാം ഖലീഫ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുത്തുന്നത് വളരെ അപകടകരമായ രീതിയിലാണ്. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാ? പരമസാത്വികരായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മഹാന്മാരായ സ്വഹാബിമാര് സാധാരണ സ്വഹാബിമാരല്ല. എല്ലാ സ്വഹാബിമാരും മഹാന്മാരാണ്. ആ കൂട്ടത്തില് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ലികുല്ലി നബിയ്യിൻ റഫീഖുൻ വറഫീഖി ഫിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ മുത്തനബി പരിചയപ്പെടുത്തിയ ആ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒക്കെ പരിചയപ്പെടുത്തുന്നത് വളരെ വൃത്തികെട്ട രൂപത്തിലാണ്, വളരെ മോശമായിട്ടാണ്. ഞാൻ ആ പദങ്ങളും പരാമർശങ്ങളും ഇവിടെ എടുത്തുദ്ധരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഉസ്മാൻ എന്ന് പരിചയപ്പെടുത്തിയപ്പോ സാധാരണ മലയാളത്തില് ഒരു റാ എന്നിടാറുണ്ട്. കാരണം വായിക്കുന്ന ആളുകള് റളിയല്ലാഹു തആല അൻഹു എന്ന് ചൊല്ലട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് അമ്പിയാക്കളെ പരിചയപ്പെടുത്തുമ്പോ അലൈഹിസ്സലാം എന്ന് സൂചിപ്പിക്കാൻ ഒരു ആ എന്നിടാറുണ്ട്. മുത്തനബിയെ പരിചയപ്പെടുത്തുമ്പോ സ്വലാത്ത് ചൊല്ലാനുള്ള സൂചനയ്ക്ക് വേണ്ടി അവിടെ വാക്കുകൾ കൊടുക്കാറുണ്ട്. അതൊരു ബഹുമാനത്തിന്റെ പേരിൽ മലയാളത്തിൽ എഴുതുമ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ അവിടെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുത്തുമ്പോ വെറും കേവലം ഉസ്മാൻ ഉസ്മാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക എന്നല്ലാതെ വളരെ മോശമായിട്ട് ഇസ്ലാമിക ഖലീഫമാരെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ, ഇങ്ങനെയല്ലേ അവരുടെ പുസ്തകങ്ങൾ? മഹാന്മാർക്കെതിരെ ഇസ്ലാമിക ചരിത്രത്തോട്, മഹാന്മാരായ സ്വഹാബത്തിനോട്, മഹാന്മാരായ മുത്തഖീങ്ങളോട് അനാദരവുണ്ടാക്കാൻ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നവർ. ഇതാണോ ഇസ്ലാമിക പ്രചാരണം? ഇതാണോ ഇസ്ലാമിക സാഹിത്യങ്ങൾ? ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച്, കർമ്മരീതികളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ടുമൊക്കെ പരിചയപ്പെടുത്തിയ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി അവര് പ്രസിദ്ധീകരണ രംഗത്ത് ഒരു നേട്ടവും ഈ സമുദായത്തിന് ചെയ്തിട്ടില്ല. ഒരു നേട്ടവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ചെയ്തിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാ. അങ്ങനെ വിലയിരുത്തിയാൽ ഇസ്ലാമിക രംഗത്തോ സാഹിത്യ രംഗത്തോ ദഅ്വാ രംഗത്തോ സാമുദായിക രംഗത്തോ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും ഇസ്ലാമിനും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ ഗുണകരമായി ഒന്നും ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പൊതുവെ ജമാഅത്തെ ഇസ്ലാമിക്കാര് നമ്മളിങ്ങനെ പരിപാടികളൊക്കെ വെക്കുമ്പോൾ അതിന് മറുപടി പറയാറില്ല ഇപ്പോൾ. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കി അവർ വലിയ മാന്യന്മാരാണ്, അതുകൊണ്ടാണ് അവർ മറുപടി വെക്കാത്തത്. ഞങ്ങളിവിടെ അങ്ങനെ ഒരു മറുപടിക്ക് മറുപടിയും അങ്ങനെ ഒരു വെല്ലുവിളിയും കാന്തപുര വിഭാഗം ചെയ്യുന്നത് പോലെ അങ്ങനെ നാടിനെ എരപ്പാക്കുന്നവരല്ല SKSSFകാര്. മറിച്ച് മാന്യമായിട്ട് പറയുകയാ. ഞങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോ അതിന് കൃത്യമായി ഒരു വിശദീകരണം, മറുപടി വേണ്ട. ജമാഅത്തെ ഇസ്ലാമി ഒരു വിശദീകരണം തരാൻ തയ്യാറാകുമോ? അത് തയ്യാറാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുശേഷം വളരെ കൃത്യമായ തെളിവുകളോടെ ബാക്കി സംസാരിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇതിനൊന്നും വിശദീകരിക്കാൻ വരൂല, മറുപടി പറയാൻ വരൂല. അവർ മാന്യന്മാരായതുകൊണ്ടല്ല, മറിച്ച് മറുപടി പറയാനും വിശദീകരിക്കാനോ അവർക്ക് ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. അതുകൊണ്ട് അവർ വരാൻ തയ്യാറാകൂല. അല്ലാതെ അവർ നല്ല
ശുദ്ധന്മാരാണ്, അവരിങ്ങനെ കച്ചറക്കൊന്നും പോകാത്തവരാണ്, അവര് മറുപടിയും വെല്ലുവിളിയും സംവാദവും ഈ വക പരിപാടിയൊന്നും ഇല്ലാത്ത മാന്യന്മാരാണ്, അതുകൊണ്ടാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട എന്ന് സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അതേപോലെ കാന്തോര വിഭാഗത്തെക്കുറിച്ചും അവർ ഈ സമുദായത്തെ അപകടപ്പെടുത്തുന്നതിനെ കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി LCD ക്ലിപ്പ് സഹിതം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാമിയ നൂരിയ അറബിക് കോളേജിലെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് സലീം ഫൈസി ഇർഫാനി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഇസ്ലാമിക ദഅവത്തിന് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ നമ്മുടെ ഉസ്താദുമാർ, പ്രഭാഷകർ, ആലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു എല്ലാ വേണ്ടുകയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ നാമം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.